ഹലോ പ്രിൻസുകണേ, ഇന്ന് ഞങ്ങളുടെ അയ്യപ്പ അമ്പലത്തിന്റെ മുന്നിൽ വെച്ചൊരു ബൈറ്റ് പറയാന്ന് വെച്ചു രാവിലെ തന്നെ. അപ്പോൾ ഇടയിൽ കയറാം. ഈ വഴി കൊണ്ടാ ചില ആൾക്കാർ അമ്പലത്തേക്ക് വരിക. പാടത്തിന്റെ സൈഡിൽ ഒരു വഴി അടിപൊളി. രാവിലെ എന്ത് രസമാണെന്ന് അറിയാം ആ വഴി വരാൻ. ഞങ്ങളുടെ കുഞ്ഞ കുട്ടികളുടെ പാഞ്ചാരിമേള അങ്ങേറ്റാ November 17 6:35 നിറമാലയുടെ അന്നാണ്. ഞാൻ തിരിച്ചു വരുന്ന വഴി ഡ്രസ്സ് പണിക്കാരൊക്കെ നേരത്തെ തന്നെ പണി തുടങ്ങിയിട്ടാ. കാരണം എന്ത് ചൂടാന്നറിയോ, ഭയങ്കര വെയിലാ. വീട്ടിലെത്തിയപ്പോൾ അമ്മ ഇങ്ങനത്തെ വലിയൊരു പാത്രത്തിൽ ചോറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാക്ക് കാര്യം മനസ്സിലായില്ല. അപ്പോഴേ മനസ്സിലായി മേടിക്കോളൂ ചോറ് കൊടുക്കണ ദിവസമായിട്ടത്. എനിക്ക് ചോറ് പതി അറിയില്ലെങ്കിലും ആമിയുടെ അമ്മ വന്നിട്ടാണ് ആ ചോറ് പതിനൊക്കെ നടക്കണത്. കാരണം എനിക്ക് വലിയ രീതിയിൽ ചോറ് പതി അറിയില്ല. ഞാൻ പൊതിഞ്ഞാൽ ശരിയാവില്ല. സഹായിക്കാനായിട്ട് ആമി മോനെ വീട്ടിലേക്ക് രാവിലെ എത്തിയിട്ടാ അംഗൻവാടിക്ക് പോയ ഡ്രസ്സ് വരെ നിൽക്കുക. അങ്ങനെ ചോറ് കളക്ട് ചെയ്യാൻ വണ്ടി വന്നു, ചോറ് കൊടുത്തു. നല്ലൊരു കാര്യമാണ് കേട്ടാ. വിശക്കുന്ന ആളുകൾക്ക് ചോറ് കൊടുക്കാന്ന് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ഈ ചെറിയൊരു പനിയും തലവേദന ഞാൻ എൻ്റെ അവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വന്നു. ആശുപത്രിക്ക് ഒരുപാട് വളർന്നു കേട്ടാ. പക്ഷെ അതിലൊരു കാരണം ഡോക്ടറെ സേവനം എപ്പോഴും അവൈലബിലിറ്റി ആവില്ല. ഒന്നരാടാണ്. ഇതൊക്കെയാണ് ആശുപത്രിക്ക് വളർന്നു. പക്ഷെ റോഡും കൂടി ഒന്ന് ശരിയാക്കണം കേട്ടാ. തിരിച്ചു പോകണ വഴിക്ക് ഞാൻ എൻ്റെ കൊച്ചു സബ്സ്ക്രൈബേഴ്സ് കണ്ടു. അവർ ട്യൂഷന് പോകണ്ടാ. ഇവരൊക്കെ എൻ്റെ കൊച്ചു സബ്സ്ക്രൈബേഴ്സാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവരും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി വെച്ചു. പിന്നെ എന്താ, എനിക്കൊന്നുമില്ല, ഞാൻ അവരും കൂടി ഉൾപ്പെടുത്തി. അതൊക്കെ സന്തോഷമല്ലേ. ഇത് നമ്മുടെ വേറൊരു ടീമാട്ടാ. എൻ്റെ വീടിൻ്റെ അവിടെ തന്നെയാണ്, അങ്ങോട്ട് നീങ്ങിയിട്ടാണ്. ഇവരെൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. വലിയ സൈക്കിൾ ഒരു കുഞ്ഞൻ പോണണ്ട ട്യൂഷന് പോവാൻ. അപ്പം ശരി, നമുക്ക് അടുത്തേക്ക് കാണാം.